ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഡിജിറ്റൽ ആംപ്ലിഫയർ, അതായത് ക്ലാസ് ഡി എന്ന് പറയുന്ന പണ്ട് സോണി ഇറക്കിക്കൊണ്ടിരുന്ന എസ് മാസ്റ്റർ ഡിജിറ്റൽ ആംപ്ലിഫയറിൻ്റെ ടെക്നോളജിയിൽ ഇന്ന് ബോർഡുകൾ നമുക്ക് സുലഭമായിട്ട് അവൈലബിൾ ആണ്. അത് ലോ പവർ കൺസ്ട്രക്ഷന് ഹൈ പെർഫോമൻസ് ചെയ്യുന്ന ആംപ്ലിഫയറാണ് ക്ലാസ് ഡി എന്ന് പറയുന്നത്. ഈ ക്ലാസ് ഡി ആംപ്ലിഫയർ നമുക്ക് നല്ല സ്പീക്കറുകളുണ്ടെങ്കിൽ, നമുക്ക് നല്ല സബ് വൂഫർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് മോസ്ഫെറ്റ് വെച്ച് വലിയ ട്രാൻസ്ഫോമറൊക്കെ വെച്ച്, പിന്നെ STK ഒക്കെ വെച്ചു, അതിനും ഭയങ്കര ട്രാൻസ്ഫോമറൊക്കെ വെച്ചെങ്കിലേ നമുക്ക് ആവശ്യത്തിനുള്ള പവർ കിട്ടുള്ളൂ. അത് കഴിഞ്ഞാണ് സോണി എസ് മാസ്റ്റർ ഡിജിറ്റൽ ആംപ്ലിഫയർ കണ്ടുപിടിച്ചത്. സോണിയുടെ ചെറിയ ഹോം തിയേറ്ററുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണിക്കും, 1000 വാട്ട്സിൻ്റെ ഹെവി പെർഫോമൻസ് ആയിരുന്നു. അത് പേറ്റൻ്റ് ആയിരുന്നുകൊണ്ട് അന്ന് അതിൻ്റെ ബോർഡുകളൊന്നും നമുക്ക് പുറത്ത് അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പോൾ അതേ ടെക്നോളജിയിലുള്ള ബോർഡുകൾ, നല്ല പവർ കൂടിയ ICയും പവർ കുറഞ്ഞ ICയും വെച്ചുള്ള നല്ല ബോർഡുകൾ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ചെറിയ വിലയ്ക്ക് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് അന്ന് 30,000 രൂപയും 40,000 രൂപയും കൂടി കൊടുത്ത് മേടിച്ച ഹോം തിയേറ്ററിന് കിട്ടിയ അതേ പെർഫോമൻസ്, അല്ലെങ്കിൽ അതിൽ ബെറ്റർ പെർഫോമൻസ് കിട്ടുന്ന ആംപ്ലിഫയർ ബോർഡുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെയുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു 2.1 ആംപ്ലിഫയർ ബോർഡ് വെച്ചാണ് ഞാൻ ഇന്ന് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ബോർഡും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. TB21 എന്ന് പറഞ്ഞ 2.1 ആംപ്ലിഫയറാണ് ഈ ബോർഡ്. ഇത് തുറക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഈ ബോർഡ് ഇതിൻ്റെ അല്ല, ഇത് നമുക്ക് സബ് വൂഫർ കൊടുക്കണമെങ്കിൽ എക്സ്ട്രാ ഉള്ളൊരു ബോർഡാണ്. അത് ഇതിൻ്റെ അല്ല, ഇതാണ് അതിൻ്റെ കൂടെയുള്ള സപ്ലൈ ഒക്കെ നമുക്ക് എക്സ്ട്രാ ആക്കി പുറത്തേക്ക് വല്ലതും കണക്ട് ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിലുള്ള ഇത്. പിന്നെ 4-5 നോബ്, പിന്നെ അത് മുറുക്കാനുള്ള സ്ക്രൂ ഡ്രൈവർ, അത്രയും സാധനം ഇതിനകത്തുണ്ട്. പിന്നെ ഇതിൻ്റെ പ്ലേറ്റ്. ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RMSലാണ് ഇവർ പവർ എഴുതിയിരിക്കുന്നത്. PMBO അല്ല, RMS പവറാണ്. RMSൽ ZK TB21 50 വാട്ട്സ് അതായത് 2 50 വാട്ട്സ്, 2 100 വാട്ട്സ് സബ് വൂഫർ, ട്രിപ്പിൾ ബാസ് റെഗുലേഷൻ 2.1 ചാനൽ പവർ ആംപ്ലിഫയർ, ഇതാണ് അതിനെഴുതിയിരിക്കുന്നത്. പിന്നെ ZAV 50+2 ആണ്, ട്രിപ്പിൾ ബാസ് റെഗുലേറ്റർ 5. ഇതിൻ്റെ ഓരോന്ന് കൊടുക്കുന്ന ഓളിയം, ഇത് ഫ്രണ്ടിലിടാനുള്ള ഇത് ഫ്രീക്വൻസി ഓളിയം സബ് വൂഫറിൻ്റെ, ഇത് ട്രിപ്പിള് ബാസ് മെയിൻ ഓളിയം, റൈറ്റ് ലെഫ്റ്റിൻ്റെ ട്രിപ്പിൾ ബാസും മെയിൻ ഓളിയോ. പിന്നെ ഇവിടെ ബ്ലൂടൂത്ത് ഉണ്ട്. ബ്ലൂടൂത്ത് ഇവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ ഓക്സിന് ഇവിടെ കൊടുക്കാം. പിന്നെ DC 12 to 24 വോൾട്ട് പവർ സപ്ലൈ ഇവിടെ കൊടുക്കാം. പിന്നെ സബ് വൂഫർ, റൈറ്റ് സ്പീക്കർ, ലെഫ്റ്റ് സ്പീക്കർ, അങ്ങനെ സ്പീക്കറും കണക്ട് ചെയ്യാനുള്ള ഇത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ആവും. ശരിക്കും ബോക്സ് ഒന്നും ഈ സാധനത്തിന് ആവശ്യമില്ല ഒരു പരിധി വരെ. ഇതാണ് അതിൻ്റെ കവറിങ് എല്ലാം സൈഡ് വെച്ച്. ഇതാണ് അതിൻ്റെ TB21 എന്നാണ് ഈ ബോർഡ്. ഇതിലെല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്സിന് ബ്ലൂടൂത്തിൻ്റെ ഇത് ഇവിടെ ഓൾറെഡി ഉണ്ട്. ശരിക്കും ഇതിനകത്ത് തന്നെ ഇൻബിൽറ്റ് ബ്ലൂടൂത്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് പെൻഡ്രൈവ് ഒന്നും ആവശ്യമില്ലെങ്കിൽ വേറെ ഒന്നും കൊടുക്കണ്ട. പിന്നെ പെൻഡ്രൈവ് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇവിടെ ഓക്സിനിൽ കൊടുത്താൽ മതി, ഇതിലേക്കൊരു പിന്ന് കുത്തിയാൽ മതി. പെൻഡ്രൈവ് കൊടുക്കുന്നുണ്ടായാൽ ഇത് നമുക്ക് സപ്ലൈ കൊടുക്കാൻ ഇങ്ങനെ വേണേലും ഇതിലോട്ട് വേണേലും സപ്ലൈ കൊടുക്കാം. അതല്ലാതെ ഇതിനകത്ത് വേറൊരു ഞാൻ കാണിച്ചല്ലോ ഒരു സാധനം, അത് എടുത്ത് നമുക്ക് ഒരു കവറിലാക്കുന്നുണ്ടെങ്കിൽ അത് ഇത് കണ്ടോ, ഇത് കണക്ട് ചെയ്തിട്ട് ഈ സാധനം കണക്ട് ചെയ്ത് നമുക്ക് സപ്ലൈ പുറത്തേക്ക് ആക്കാം. ഇത് കണ്ടോ, ഇത് പുറത്തേക്ക് സപ്ലൈ ഇട്ടിട്ട് ഇത് മുറുക്കി വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇങ്ങനെ വേണേലും കണക്ട് ചെയ്യാം, അല്ല ഇങ്ങനെ വേണേലും കണക്ട് ചെയ്യാം. അതവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സപ്ലൈ ഒരു ഇച്ചിരി ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വേണേലും ഈ സാധനം നമുക്ക് 12 to 24 വോൾട്ട് കൊടുക്കാം. 150ൻ്റെ 1, 2, 3, 4, 5, 6 കോയിലുണ്ട്. ഡ്യുവൽ IC ആണ്. ഓരോന്നിനും ഫിൽറ്ററുണ്ട്. മെയിൻ കപ്പാസിറ്റർ എന്ന് പറയുന്നത് തന്നെ ചെറിയ ഹെവി കപ്പാസിറ്ററാണ്. അതിൻ്റെ MFD എത്രയാണെന്ന് നോക്കട്ടെ. 6800 UF ആണ്. 6800 UF നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. 6800 UF ഉള്ള മെയിൻ ഫിൽറ്റർ കപ്പാസിറ്ററാണ്. അതിൻ്റെ വോൾട്ടേജ് 35 വോൾട്ട്. 6800 UF 35 വോൾട്ടിൻ്റെ മെയിൻ ഫിൽറ്ററാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ബ്ലൂടൂത്തിൻ്റെയും ഓക്സിൻ്റെയും തന്നെ സ്വിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഓക്സ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് എപ്പോഴും ഓണായി നിൽക്കും. ബ്ലൂടൂത്ത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. ഓക്സ് കണക്ട് ചെയ്ത് പ്ലേ അടിക്കുമ്പോൾ ഓക്സും പാടിക്കോളും.
ഇതാണ് അതിൻ്റെ കൺട്രോളുകൾ. 6 കൺട്രോളുണ്ട്. നമ്മൾ പറഞ്ഞു ഇത് സബ് വൂഫറിൻ്റെ ബാസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഫ്രീക്വൻസി കൺട്രോള്. ഇത് സബ് വൂഫറിൻ്റെ വോളിയം കൂട്ടുന്ന കൺട്രോള്. ഇത് സബ് വൂഫ് 2 ചാനലിൻ്റെ ട്രിബിള് ബാസ് എന്നിവ കൂട്ടുന്ന കൺട്രോള്. ഇത് മെയിൻ വോളിയം. ഇതാണ് മെയിൻ വോളിയം. ഇത്രയാണ് ഈ ബോർഡിൻ്റെ. ഇനി ഇതിൻ്റെ കണക്ഷനൊക്കെ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മളൊരു അഡാപ്റ്റർ എടുത്തു. ഈ അഡാപ്റ്റർ എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ വോൾട്ടേജ് നമുക്ക് നോക്കണം. നമുക്ക് 12 തൊട്ട് 24 വോൾട്ട് വരെ, 12 തൊട്ട് 24 വോൾട്ട് വരെയാണ് ഇതിൻ്റെ സപ്ലൈ ഇവിടെ എഴുതിയിരിക്കുന്നത്. 12 to 24 വോൾട്ട്. ഇത് കണ്ടോ, സ്പീക്കർ പ്ലസ് മൈനസ്, റൈറ്റ് സ്പീക്കർ ലെഫ്റ്റ് റൈറ്റ്, പിന്നെ സബ് വൂഫറിൻ്റെ പ്ലസ് മൈനസ്, റൈറ്റ് സ്പീക്കർ പ്ലസ് മൈനസ്, ലെഫ്റ്റ് സ്പീക്കർ പ്ലസ് മൈനസ്. അങ്ങനെ 2 സ്പീക്കറും ഒരു സബ് വൂഫറുമാണ് ഔട്ടുള്ളത്. പിന്നെ DC ഇൻപുട്ട് കൊടുക്കാൻ ഇതിലേയും കൊടുക്കാം, ഇതിലേയും കൊടുക്കാം. ആദ്യം നമുക്ക് ഈ വോൾട്ടേജ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പവർ സപ്ലൈ അത് 4.16 ആംബിയർ ഉള്ള പവർ സപ്ലൈ, 100 വാട്ട്സ് വരെ ആംബിയർ എടുക്കാവുന്ന പവർ സപ്ലൈ. അത് നമ്മൾ കുത്തി. അപ്പോൾ കുത്തിയപ്പോൾ അവിടെ ഒരു സപ്ലൈ വന്നു, ലൈറ്റ് കത്തി. അപ്പോൾ എപ്പോഴും സെൻറ്ററായിരിക്കും പോസിറ്റീവ്, സൈഡ് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ നമ്മൾ നോക്കുക. ഇവിടെ മൾട്ടിമീറ്ററിൽ നോക്കിയാൽ നമുക്ക് വോൾട്ടേജ് കാണാം. 23.75, അതായത് 23 വോൾട്ട് 0.75. 24 തികച്ച് ഇല്ല. വേണമെങ്കിൽ നമുക്കത് തയ്ക്കാം. ഒരു ഇച്ചിരി താഴ്ന്നു നിൽക്കുന്ന എപ്പോഴും നല്ല തയ്ക്കാൻ. ഇത് പ്രീസെറ്റ് ഉണ്ട്, വേണമെങ്കിൽ 24 തന്നെ തയ്ക്കാം, പക്ഷേ ആവശ്യമില്ല. എന്നിട്ട് നമുക്കിത് പ്ലഗ് ചെയ്യാവുന്ന ടൈപ്പ് ഒരു സ്ഥലമുണ്ട്. ഇങ്ങനെ തന്നെ DC വേണമെങ്കിൽ കൊടുക്കാൻ, നമുക്ക് ഊരിയൊക്കെ ഇടാൻ സൗകര്യത്തിന്. പക്ഷേ അത് കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പവർ സപ്ലൈ ഊരി വെച്ചിട്ട് വേണം അത് കൊടുക്കാൻ. കാരണം ഈ ഇത് കണ്ടോ, ഞാൻ ഊരി വെച്ചിരിക്കുകയാണല്ലോ, ഞാനിത് കുത്തുമ്പോൾ കണ്ടോണം ഒരു സ്പാർക്കിംഗ് ഉണ്ടാവും. ഈ കണ്ട സ്പാർക്കിംഗ് വരുന്ന ഒരു സംഭവം അതിനുണ്ട് കുത്തുന്ന സമയത്ത്. ആ DC സോക്കറ്റിനെല്ലാം ഉള്ള ഒരു കംപ്ലൈൻ്റാണ്. കാരണം ആംബിയർ കൂടുതൽ എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് സ്പാർക്കിംഗ് വരും. അത് കുത്തി വെച്ചതിന് ശേഷം നമ്മൾ സപ്ലൈ കൊടുത്താൽ അത് വരികയില്ല. കണ്ട സപ്ലൈ കൊടുത്തു, കണ്ട് തെളിഞ്ഞു. ഇതുകൊണ്ടോ നീല LED, അതായത് ബ്ലൂടൂത്തിലാണ് ഇപ്പോൾ ഈ മോഡ്. ബ്ലൂടൂത്തിൽ തന്നെയാണ് ഇത് ഓണാകുന്നത്. ബ്ലൂടൂത്ത് തെളിഞ്ഞിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് LED വന്ന് ഓണായെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ നമുക്ക് കണക്ഷൻസ് കൊടുക്കാം. പിന്നെ നമുക്ക് ഇനി സ്പീക്കറുകൾ നമുക്ക് കണക്ട് ചെയ്യാം. സ്പീക്കർ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ലെഫ്റ്റ് റൈറ്റ്. ഇപ്പോൾ ലെഫ്റ്റ് നമുക്ക് ആദ്യം കൊടുക്കാം. അതിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഈ വയറിന് ഒരു ബ്ലാക്ക് കളറുണ്ട്. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സ്പീക്കർ കൊടുക്കുകയാണ്. പോസിറ്റീവ് നെഗറ്റീവ് സൈഡിലാണ്. അപ്പോൾ നെഗറ്റീവ് ഇതാണ്ട് ബ്ലാക്കാണ്. ബ്ലാക്ക് നമ്മളിവിടെ കൊടുക്കണം. ബ്ലാക്ക് ഇപ്പോൾ നമ്മൾ കൊടുക്കുകയാണ്. ഒരു സ്റ്റിപ്പർ വെച്ച് വയർ കൊള്ളിയാലും നമ്മളൊന്ന് സ്റ്റിപ്പർ വെച്ച് എടുക്കുന്നത് നല്ലതാണ്. അതേ നമ്മൾ ഈ ചൈനക്കാരെ കണ്ടുപിടിക്കണം. അവർ കണ്ട് ഇവിടെ ഇത് മുറുക്കാനുള്ള കറക്റ്റ് സ്ക്രൂ ഡ്രൈവർ വരെ അവർ തന്നിട്ടുണ്ട്. അത്ര നല്ല കെയറിങ് ആണ് ലോകത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവ് നെഗറ്റീവും മാറിപ്പോവാതെ കൊടുക്കണം. നെഗറ്റീവിനൊരു കറുത്ത വരയുണ്ട്, അത് നെഗറ്റീവ് കൊടുക്കണം, മറ്റേ പോസിറ്റീവ് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സ്പീക്കർ കൊടുത്തു. ഇനി നമ്മൾ റൈറ്റ് സ്പീക്കർ കൊടുക്കാൻ പോവാം. അതിൻ്റെയും വയറൊക്കെ ഒരു പഴഞ്ചടാക്കായിട്ടിരിക്കുന്നതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ഒന്ന് സ്ട്രിപ്പ് ചെയ്യുവാണെങ്കിൽ നല്ല കോപ്പർ വയർ തെളിച്ച് വരും. ഓക്സൈഡൊന്നും കാണില്ല. അപ്പോൾ നമുക്ക് കോണ്ടാക്റ്റൊക്കെ പ്രശ്നമില്ലാതെ കിട്ടും. ഇനി അടുത്തത് റൈറ്റ് പ്ലസും റൈറ്റ് നെഗറ്റീവും. അപ്പോൾ ബ്ലാക്ക് ആദ്യം എടുക്കുക. നെഗറ്റീവാണ് ആദ്യം കിടക്കുന്നത്. ഇതിലെ ബ്ലാക്ക് വരെയുള്ള ഇതേലെ ബ്ലാക്ക് വരെയുള്ള അത് നെഗറ്റീവ് കൊടുക്കണം. അത് റൈറ്റ് നെഗറ്റീവ് ഇതാണ്. റൈറ്റ് നെഗറ്റീവ് കൊടുത്തു. ഇനി പോസിറ്റീവും കൂടെ കൊടുക്കണം. ഈ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ സ്പീക്കറിന് കൊടുക്കുമ്പോൾ നോക്കി കൊടുത്തില്ലേ ഉള്ള കുഴപ്പം, സ്പീക്കർ പുറത്തേക്ക് തള്ളുന്നതിന് പകരം അകത്തേക്ക് വലിയും. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരും.
അകത്തേക്ക് വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഔട്ട്പുട്ട് കിട്ടിയില്ല. സ്പീക്കർ നമുക്ക് എപ്പോഴും പുറത്തേക്കാണ് തള്ളേണ്ടത്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് നോക്കി കൊടുത്താലേ ഉള്ളൂ. പിന്നെ ഇവിടെ സബ് വൂഫർ ഉണ്ട്, പക്ഷേ അവർ സബ് വൂഫറിന് കസ്റ്റമർ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു വയറാണ്, അത് കൊള്ളുകയില്ല, മാറ്റണം. അപ്പോൾ തൽക്കാലം നമുക്കത് വെച്ചൊന്ന് പാടിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ലൂസ് വരുന്ന രീതി ചുമ്മാ ഒന്ന് കെട്ടി വെച്ചിട്ടേ ഉള്ളൂ. ഭയങ്കര ലൂസാണ്. അപ്പോൾ ഞാനതൊന്ന് ടൈറ്റ് ചെയ്തിട്ട് തൽക്കാലം ഒന്ന് നോക്കാം. അതിന് വയർ മാറണം. വയർ മാറി സ്പീക്കർ വയറുകൾ ഇടണം. ഇത് വേറെ വയറാണ്, കസ്റ്റമർ തന്നെ കൊണ്ടുവന്ന വയറാണ്. നമുക്കതൊന്ന് തൽക്കാലം കൊടുക്കാം. അത് നമുക്ക് വയർ മാറുന്ന കാണിക്കാം. അപ്പം ഇതിൻ്റെ കെട്ടിട്ടിരിക്കുന്നതാണ് ഒരു പോസിറ്റീവായിട്ട് തിരിച്ചറിയാൻ. കെട്ടിട്ടിട്ടുണ്ട്. ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടുതലാണ്. കെട്ടിട്ടു ശരിക്കും സബ് വൂഫറിൻ്റെ നമ്മൾ കൊടുക്കുവാണ്. സബ് വൂഫറിൻ്റെ നമ്മൾ കൊടുത്തു. പോസിറ്റീവ് നെഗറ്റീവ് നോക്കി അതും മസ്റ്റായിട്ടും കൊടുക്കണം. വേറെ സ്പീക്കറിനേക്കാളും പ്രശ്നമുള്ള കേസാണത്. പോസിറ്റീവ് നെഗറ്റീവ് നോക്കി അത് കണക്ട് ചെയ്യുക. വയറുകളും എല്ലാം ഊരിപ്പോരും നോക്കുക, പോരുകയില്ല. അതിനുശേഷം നമുക്കിതിന് സപ്ലൈ കൊടുക്കാം. സപ്ലൈ കൊടുത്തിട്ട് ഒരു ബ്ലൂടൂത്ത് കണക്ഷൻ കിട്ടി നമുക്ക് പ്ലേ ആവുന്ന. അതിന് മുമ്പ് നമുക്ക് വോളിയം കൺട്രോളെല്ലാം താത്തു വെക്കാം. വോളിയം കൺട്രോളെല്ലാം താത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫുൾ വോളിയത്തിൽ പോവാതെ. ഇവിടെ ഒരു ഓൺ ഓഫും ഉണ്ട് ഇതിന്, ഇത് ഓഫ് ഓണും ഉണ്ട്. ഇത് ഫുള്ള്, അപ്പോൾ അത് നല്ല ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് സപ്ലൈ കൊടുക്കാം. സപ്ലൈ കൊടുത്ത് കഴിയുമ്പോൾ സപ്ലൈ കൊടുത്തിട്ട് ഓൺ ചെയ്തു. ഇവിടേക്ക് ഈ കട്ട് ചെയ്ത പീസൊക്കെ കിടക്കാതെ നോക്കണം, അതുവല്ലോ പോയി മുട്ടിയാൽ അടുത്ത പ്രശ്നമാവും. അപ്പോൾ ഓണാക്കി നീല കത്തി, എൻ്റെ നീല ലൈറ്റ് ഇവിടെ കാണാം, നീല കത്തി. പിന്നെ നമുക്കപ്പം ശരിക്കും ഇത് ഓണായിട്ടുണ്ട്. ഇതിന് ശബ്ദമൊന്നും കേൾക്കില്ല. ഡി ക്ലാസ് ആംപ്ലിഫയറിൻ്റെ ഒരു പ്രത്യേകത വളരെ സൈലൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ശബ്ദമൊന്നും കേൾക്കില്ല. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്യാം. ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് സെർച്ച് ഇടാം. സെർച്ച് ഇട്ട് കഴിയുമ്പോൾ അടുത്തുള്ള ഡിവൈസ് വരുമല്ലോ. ഇതെപ്പോഴും തന്നെ നമ്മൾ ബ്ലൂടൂത്ത് നോക്കുന്നുണ്ട്. VZ-BT5 എന്ന് പറഞ്ഞൊരു നമ്പർ വന്നിട്ടുണ്ട്. അതായിരിക്കും ചിലപ്പോൾ. അത് വേറെ വല്ലതും ആണോ എന്നറിയത്തില്ല. അത് ഞാൻ BT5 ഇങ്ങോട്ടെടുത്തു. അത് കണക്റ്റഡായി, കണ്ടോ, കണക്റ്റഡ്. VZ-BT50 എന്നാണ് ഇതിൻ്റേത്. ബ്ലൂടൂത്ത് BT5. അപ്പോൾ ബ്ലൂടൂത്ത് 5 എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് വെർഷനാണ്. അത് കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ഇനി നമുക്ക് ഇതിനകത്തൊരു പ്ലേ ഇടാം. പ്ലേ ഇട്ടിട്ട് നമുക്ക് വോളിയം കൂട്ടി നോക്കാം. നമുക്കൊരു പാട്ടെടുക്കാം. സെർച്ച് ബോണിയോ എടുക്കാം, ബോണിയോ. അപ്പോൾ നമുക്കൊരു നമ്മുടെ യൂട്യൂബിൻ്റെ തന്നെ ചാനലെടുക്കാം. ടെക് ട്രാവൽ ബൈ സോണി ജിൻസി നമ്മുടെ ചാനലെടുത്തു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇട്ടൊരു ഷോർട്ടിൻ്റെ പാട്ടെടുക്കാം. ഒരു ഷോർട്ട് ഇതാണ്ട് ഇതിൻ്റെ വോളിയം കൂട്ടണം. നമുക്ക് ബ്ലൂടൂത്തിൻ്റെ ഉണ്ടോ, നമ്മുടെ ഒരു യൂട്യൂബിലെ ഒരു പാട്ട് തന്നെയാണ്. എന്നാലും ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതെ ഫ്രണ്ട്സ്, ഞാൻ ഇതിൻ്റെ ആംപ്ലിഫയറിലെ പാട്ടുകൾ ഇട്ടു. നമ്മുടെ യൂട്യൂബിൽ നമ്മളിട്ടിരിക്കുന്ന പാട്ടാണെങ്കിലും ഷോർട്ടിലിട്ടിരിക്കുന്ന പാട്ടാണെങ്കിൽ പോലും അത് നമ്മളിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിച്ചു. അപ്പം ഞാൻ കോപ്പിറൈറ്റ് അടിക്കുന്നുണ്ട്. എനിക്കൊരു ചെറിയ സംശയം തോന്നിയതുകൊണ്ട് ഞാൻ പബ്ലിക് ആക്കാതെ ഷെഡ്യൂൾഡ് ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അങ്ങനെ അപ്ലോഡ് ചെയ്ത് അവർ കോപ്പിറൈറ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് യൂട്യൂബിൽ ചെക്ക് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഞാൻ പറയും. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കോപ്പിറൈറ്റ് ഉണ്ടെന്ന് കണ്ടതുകൊണ്ട് ആണ് നമ്മൾ അത് ആ ഓഡിയോ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തത്. ഇവിടെ ഓഡിയോ ഉണ്ടായിരുന്ന ആ ഓഡിയോ നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്തതാണിപ്പോൾ.
നല്ല വർക്കിംഗ് ആണ്. അത് ഫുൾ ഓളിയത്തിലിട്ടിട്ട് പോലും ആ സാധനം ഒട്ടും തന്നെ ചൂടാകുന്നില്ല. അങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ നമുക്കറിയാം, ഈ 10 സെക്കൻഡിൽ കൂടുതൽ നമ്മളൊരു സാധനം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് പ്രശ്നം വരും. അതൊരു വല്ലാത്ത പ്രശ്നമാണ്. നമ്മളെല്ലാം റെൻഡർ ചെയ്ത് നമ്മൾ അപ്ലോഡെല്ലാം ചെയ്ത് കഴിഞ്ഞ് കോപ്പിറൈറ്റ് വന്നു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഇരട്ടി പണിയാവും. എന്നാലും അതിൻ്റെ ആംപ്ലിഫയറിൻ്റെ ആ ക്വാളിറ്റി ഒന്ന് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒറിജിനലായിട്ട് ഞാനങ്ങനെ ചെയ്തത്. പക്ഷെ അത് മണ്ടത്തരമായിപ്പോയി. 8ൻ്റെ പണി കിട്ടി. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അസാധ്യ ക്വാളിറ്റിയാണ്. അത് ഒരു 8 കോയിലുകളും ഉണ്ട് അതിന്. പിന്നെ ആംപ്ലിഫയർ IC നല്ല പവർഫുള്ളാണ്, ഒട്ടും തന്നെ ചൂടാകുന്നില്ല. അതൊരു അലുമിനിയം ഷീറ്റിലാണല്ലോ ആ ബോർഡ് വരുന്നത്, അതുകൊണ്ട് നല്ല ഹീറ്റ് ട്രാൻസ്മിഷൻ ഉള്ളതാണ്. ഇതാണ് അതിൻ്റെ ടോപ്പിലും അലുമിനിയം ഷീറ്റ് വരുന്നുണ്ട്, താഴെയും വരുന്നുണ്ട്. എയർ കൂളിംഗ് ആണ്, ഫാൻ സിസ്റ്റം ഒന്നും ഇല്ല, ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഓഡിയോസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. സൂപ്പർ കോമ്പറ്റേറ്റർ 2.1 നല്ല വർക്കിംഗ്, അടിപൊളി വർക്കിംഗ്. അപ്പം ഇത്രയും ചെറിയ ഒരു കുഞ്ഞൻ സാധനം, പണ്ടത്തെ ഒരു ആംപ്ലിഫയറൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഇപ്പോൾ ഇങ്ങനെ മോസ്ഫെറ്റും മറ്റേതൊക്കെ വെച്ച്, അതിനേക്കാളും ഭയങ്കര ഇടിയുള്ള D ക്ലാസ് ആംപ്ലിഫയർ. ഇത് സോണി കണ്ടുപിടിച്ചതാണ്. സോണിയുടെ പഴയ ഹോം തിയേറ്റർ മുഴുവൻ കലക്കിക്കൊണ്ടിരുന്നത് ഈ സാധനം വെച്ചാണ്. സോണിയുടെ പഴയ ഹോം തിയേറ്റർ മുഴുവൻ എസ് മാസ്റ്റർ ഡിജിറ്റൽ ആംപ്ലിഫയർ ഇതേ ടെക്നോളജിയാണ് യൂസ് ചെയ്തിരുന്നത്. ഇതുപോലെ കോയിലെല്ലാം വെച്ച്, ഇതൊക്കെ ഇച്ചിരി ചെറിയ കോയിൽ. പണ്ടൊക്കെ കോയിൽ ഇങ്ങനെ കുറ്റി പോലത്തെ കോയിൽ, കുറേ കപ്പാസിറ്ററും ഒക്കെ വെച്ച് അതൊക്കെ മാറ്റി കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് അടിപൊളി സാധനം. ഇത്ര നേരം എത്ര ക്വാളിറ്റി, ഫുൾ ക്വാളിറ്റി നമുക്ക് ഈ 2 സ്പീക്കറും
ഈ JBLന്റെ സബ് വൂഫറും കൂടെ കൊടുത്തിട്ട് ഒരു തൊള്ളി പോലും ചൂടായിട്ടില്ല. പിന്നെ ഞാൻ നോക്കിയിട്ട് ഇതിലോട്ട് കൊടുത്ത് ഈ DC വയർ ഒരു സ്വല്പം ചൂടുണ്ടോ എന്ന് ഒരു അശുവാണ്. നമുക്ക് ആ ഒരു ചെറിയ അഡാപ്റ്ററിൻ്റെ ഇതെല്ലാം ഉള്ളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ല, സാധനം ഓടിക്കോളും, ചൂടാകുന്ന പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടോ നമുക്കിപ്പോൾ കൊടുക്കാനുള്ള ഓപ്ഷൻ അവർ ഇട്ടിട്ടുമുണ്ട്. പക്ഷെ ഇങ്ങനെ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റിയല്ലോ, നമുക്കൊന്ന് പാക്ക് ചെയ്യണം, ഒന്ന് സെറ്റപ്പ് ആക്കണം, എങ്കിൽ മാത്രമല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും മനസ്സിലായി കാണും. ഇനിയിപ്പോൾ അത് പാക്ക് ചെയ്യുന്ന സെറ്റപ്പ് ആക്കുന്ന വീഡിയോ കൂടെ എടുക്കാം. അപ്പോൾ തൽക്കാലം ഒരു ബ്രേക്ക്.